നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കഴിഞ്ഞ ദിവസം ബാറിന് സമീപം കുഴഞ്ഞുവീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ 4 സംഘം മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ പ്രതികളായ 3 പേരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുല്ലുവഴി സ്വദേശി ശബരി ബാലാണ് മരണമടഞ്ഞത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മൂവാറ്റുപുഴ നഗരത്തിലെ ബാറിന് മുന്നിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പുല്ലുവഴി കാൽപ്പടിക്കൽ ശബരിപാലാണ് ശനിയാഴ്ച രാത്രി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തെ ജനതാ ബാറിന് സമീപം കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ ബാറിന് മുന്നിലുണ്ടായിരുന്ന 4 അംഗ സംഘവുമായി തർക്കമുണ്ടാവുകയും ഇവർ ശബരിപാലിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ബിയർ കുപ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ് വീണ ശബരിപാൽ കാറിന്റെ താക്കോൽ ഇവർക്ക് നൽകിയ ശേഷം വീട്ടിലെത്തിക്കുവാൻ അപേക്ഷിച്ചു. തുടർന്ന് സംഘം യുവാവിനെ കാറിൽ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴി പറഞ്ഞു നൽകാൻ യുവാവിന് കഴിയാതെ വന്നതോടെ തിരികെ ബാറിന് സമീപമെത്തി. അപ്പോഴേക്കും ശബരിപാൽ ബോധരഹിതനായിരുന്നു. ഇതോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം സംഘം സ്ഥലം വിട്ടു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദീപു, ആഷിൻ, ടോജോ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികളെ ബാറിന് സമീപം തെളിവെടുപ്പിനെത്തിച്ചു. ശബരിപാലിനെ മർദ്ദിച്ചതും കാറിൽ രക്ഷപ്പെട്ടതുമെല്ലാം പ്രതികൾ പോലീസിന് വിവരിച്ചു നൽകി. മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.